തെലുങ്കിന്ന് ഒരു ക്രൈം ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിൽ തന്നെയാണ് സ്ട്രീം ചെയ്യുന്നത്. സോ 11 പറഞ്ഞിട്ട് ഒരു നവീൻ ചന്ദ്രയുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സിനിമയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങേര് അതേ പടം തന്നെയാണ്. അങ്ങേര് അതേ പടം പറഞ്ഞാൽ അതേപോലത്തെ ഒരു ക്രൈം ത്രില്ലർ പടം തന്നെയാണ് ബ്ലൈൻഡ് സ്പോട്ട്. എനിക്ക് മനസ്സിലാവാത്ത ഇവിടെ ഓരോരുത്തന്മാരെ ആണ്ടിലെ അമാവാസിക്കാണ് ഒരു ത്രില്ലർ പടം ചെയ്യുന്നത്. ഇങ്ങേരാണ് വെച്ച വെള്ളയപ്പങ്ങാടി വെള്ളയപ്പം വിൽക്കണ പോലെയാണ് ത്രില്ലർ പടങ്ങൾ ചെയ്യുന്നത്. എവിടുന്നാണ് മനുഷ്യൻ നിങ്ങൾക്ക് ഇത്ര ത്രില്ലർ കിട്ടുന്നത്? ദ നേഷൻ വാണ്ട്സ് ടു നോ. നല്ല സിനിമയാണെന്ന് പറയാൻ പറ്റില്ല, മോശം സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് 90 മിനിറ്റിന്റെ ഒരു പടമാണ്. ഈ 11 സിനിമയിലെ പോലെ തന്നെ ഇതിലും ആളൊരു പോലീസ് ഓഫീസറാണ്. പക്ഷെ 11 സിനിമ കിട്ടിലും പടമാണ്. ഇതിലെങ്ങനെയാണ് വെച്ചാൽ 11 പോലെ തന്നെ ഒരു മേർഡർ നടക്കുന്നു, അത് അന്വേഷിക്കാൻ പറ്റിയ പോലീസ് ഓഫീസറാണ് നമ്മുടെ നവീൻ ചന്ദ്ര. എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇങ്ങേര് എന്താണ് 11 സിനിമയുടെ സെറ്റിൽ നിന്ന് ഇതിൽ വന്ന് അഭിനയിച്ചാണോ എന്ന്. പോലീസ്, മറ്റേ മേർഡർ, പിന്നെ അതിൽ ഉപയോഗിക്കുന്ന അതേ താരം തന്നെയാണ് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതിലുള്ള ക്യാരക്ടർ തന്നെ ഇതിലും ഉണ്ട്, അതായത് ആക്ടർ തന്നെ ഇതിലും ഉണ്ട്. സോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങേരി മറ്റേ ധ്യാൻ ശ്രീനിവാസനും എല്ലാം പഠിക്കുകയാണോ എന്ന്. കണ്ടപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നു. പക്ഷെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പടങ്ങൾ ഇങ്ങേരി എടുക്കുള്ളൂ, ധ്യാനിനെ പോലെ അല്ല. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു വീട്ടിൽ ഒരു സൂയിസൈഡ് നടക്കുന്നു. അത് പിന്നീട് മേർഡർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. പിന്നെ അത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഇരുൾ പറഞ്ഞിട്ടൊരു പടം കണ്ടിട്ടില്ലേ, നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത് സൗബിനൊക്കെ ഉള്ളു. അതേപോലെ നമുക്ക് തോന്നും. കാരണം അത് ആരാണ് നല്ലവൻ അല്ലെങ്കിൽ ആരാണ് വില്ലൻ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇതിലും അതേപോലെ തന്നെ എല്ലാവർക്കും ഓരോ വേർഷൻ ഉണ്ടാവും. അവരെ വേർഷൻ കേൾക്കുമ്പോൾ അവര് കൊലപാതകയാണ് തോന്നും, പക്ഷെ അവരായിരിക്കില്ല. പിന്നെ കൊലപാതകയെ പിടിച്ചു എന്ന് പറയും, പിന്നെ അവരായിരിക്കില്ല. 90 മിനിറ്റിന്റെ പടമാണെങ്കിലും ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു, ശരിക്കും ഒരു അടിപൊളി ത്രില്ലർ പോലെയൊക്കെ തോന്നി. പിന്നീട് നമുക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് പടം പോയത്. ഒരു സീരിയൽ പോലെയൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാലും ഭയങ്കര മോശം എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു. എസ്പെഷ്യലി അവിടെ ഒരു വേലക്കാരി ഉണ്ട്. ആ വേലക്കാരിക്ക് ഒരു മകളുണ്ട്, 9ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു. കിട്ടുലൻ അഭിനയമായിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ആണെങ്കിൽ പോലും തമിഴ് ഭാഷയിലൊക്കെ അവൈലബിൾ ആണ്. 11 സിനിമ കണ്ടിട്ട് ഭയങ്കര പ്രതീക്ഷയിൽ ഈ പടം കാണാതിരിക്കുക. 11 കാണാത്തവരാണെന്ന് വെച്ചാൽ ആദ്യം ഇത് കാണുക. അപ്പൊ പിന്നെ വലിയ ഹോപ്പും കാര്യങ്ങളൊക്കെ പോയിക്കോളും. എന്നിട്ട് 11 കണ്ടു കഴിഞ്ഞാൽ അതൊരു കിടിലം പടമായി തോന്നും. സോ നവീൻ ചന്ദ്ര എടുത്ത് പറയണം, ഇങ്ങേര് ഈ പോലീസ് റോൾ ചെയ്ത് മടുത്തില്ലേ? സോ യൂഷ്വലി ബാക്കിയുള്ള എല്ലാവരും പോലീസ് റോൾസ് മടുത്തു പറയുമ്പോൾ ഇങ്ങേര് എവിടെ നോക്കിയാലും പോലീസ് റോളാണ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല വൃത്തിക്കും വെടുപ്പിനുമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ വേണ്ടവര് കണ്ടു. തമിഴ് ക്രൈം ത്രില്ലറിന് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ് രാക്ഷസൻ സിനിമ. ഏതൊരു ക്രൈം ത്രില്ലർ ഇറങ്ങിയാലും രാക്ഷസന്റെ മുകളിൽ പോയോ രാക്ഷസന്റെ ഒപ്പം ഉണ്ടോ, ഇതന്നെയായിരുന്നു ഡിസ്കഷൻ. എന്നാൽ രാക്ഷസന് ശേഷം ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് ഒരു ക്രൈം ത്രില്ലർ പടമാണ് 11, നമ്മുടെ നവീൻ ചന്ദ്രയുടെ പടമാണ്. ആമസോൺ പ്രൈമിലും ആഹാ തമിഴിലും ഇപ്പൊ അവൈലബിൾ ആണ്. കിടിലം പടമാണ്. രാക്ഷസൻ കാണുമ്പോൾ ടുവേർഡ്സ് എന്തൊരു ത്രില്ലിംഗ് മൂഡിലോട്ട് നമ്മൾ പോയില്ലേ, അത് ഈ സിനിമയിൽ നമുക്ക് കിട്ടും. അടിപൊളി പടം കേട്ടോ. ഐ തിങ്ക് ആഫ്റ്റർ രാക്ഷസൻ ദിസ് ഇസ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിൽ ആദ്യം എടുത്തു പറയുന്നത് നവീൻ ചന്ദ്രയുടെ കേസാണ്. ചായയും ബിസ്ക്കറ്റ് ആണോ ഏറ്റവും ബെസ്റ്റ് കോംബോ ചോദിച്ചാൽ ഞാൻ പറയാല്ല, നവീൻ ചന്ദ്രൻ ത്രില്ലർ മൂവീസും ആണ്. ഏത് ത്രില്ലർ പടം ത്രില്ലർ വെബ് സീരീസും എടുത്തോ, ഒന്നെങ്കിൽ ഹീറോ ആയിട്ട് അല്ലെങ്കിൽ വില്ലൻ ആയിട്ട് അല്ലെങ്കിൽ വല്ല ചെറിയ റോളിൽ ഇങ്ങേര് ഉണ്ടാവും. ആൻഡ് വാട്ട് എൽസ് ഡു യു വാണ്ട് ഫ്രം ഹിം? ദിസ് ഇസ് ദ ബെസ്റ്റ് കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഏത് റോൾ വേണമെങ്കിൽ ആര് ചെയ്യും. ഹീറോ ആയിട്ട് ചെയ്യും, വില്ലൻ ആയിട്ട് ചെയ്യും, ഇവൻ റൊമാൻസ് ചെയ്യും, മാസ് ചെയ്യും, എന്ത് വേണമെങ്കിൽ അങ്ങേര് ചെയ്യും. ആൻഡ് ഈ സിനിമയിൽ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്സ് നവീൻ ചന്ദ്രയെ പ്രസന്റ് ചെയ്ത ഒരു രീതി ഉണ്ട്, കിട്ടലനായിരുന്നു. അങ്ങേരുടെ ഒരു സ്വാഗ്, ആറ്റിറ്റ്യൂഡ് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ BGM എടുത്തു പറയണം, സിറ്റുവേഷൻ ബേസ്ഡ് BGM അടിപൊളിയായിരുന്നു. ആരാ മ്യൂസിക് ഡയറക്ടർ ഞാൻ ശ്രദ്ധിച്ചില്ല. ആൻഡ് ശ്രുതി ഹാസന്റെ വോയിസിൽ ഒരു ഇംഗ്ലീഷ് ട്രാക്ക് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അത് കറക്റ്റ് സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവൻ നമ്മുടെ വിൻവിലി നായക എന്നുള്ള ശ്രുതി ഹാസന്റെ വേർഷൻ സിനിമയിലുണ്ട്, പക്ഷെ അത് വന്നിട്ട് നായകൻ കണ്ടത്തിൽ വെളിക്ക് പോകുമ്പോഴാണ് പ്ലേസ് ചെയ്തത്. അങ്ങനെയല്ല പ്ലേസ് ചെയ്യേണ്ടിയിരുന്നത്, ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ യൂഷ്വൽ സൈക്കിക് ക്രൈം ത്രില്ലർ പോലെ തന്നെ സീരീസ് ഓഫ് മേർഡേഴ്സ് നടത്തുന്ന ഒരു സീരിയൽ കില്ലർ. സോ പക്ഷെ ഇതിൽ എങ്ങനെയാണ് വെച്ചാൽ ഈ എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല, ഫിംഗർ പ്രിന്റ് ഉണ്ടാവില്ല, CCTV ഒന്നും ഉണ്ടാവില്ല, അതേപോലെ തന്നെ വന്നിട്ട് വൂൺസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ആരാണ് കൊലപാതകി, ആരാണ് മരിച്ചതെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇത് അന്വേഷിക്കാൻ പോണ പോലീസ് ഓഫീസറിന്റെ ഒരു കഥ പറയുന്ന സിനിമ അടിപൊളിയാണ് കേട്ടോ. ആൻഡ് ഇത് ട്വിസ്റ്റ് ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ഒരു ട്വിസ്റ്റ് ഇന്ന് എനിക്ക് അറിയാൻ പറയുമ്പോഴേക്കും അടുത്തൊരു ട്വിസ്റ്റ് വരും. ട്വിസ്റ്റിന്റെ ഒരു അയ്യര് കളി എന്നൊക്കെ പറയാൻ പറ്റുന്ന അടിപൊളി പടം. ആൻഡ് ഇത് കാണാത്തവരെനിക്ക് എന്തായാലും കാണാം. ട്രെയിലറും കാര്യങ്ങളൊന്നും കാണാതിരിക്കുക. സോ കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും വരുത്തണ്ട, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കാണാം. ആമസോൺ പ്രൈമിലും ആഹാ തമിഴിലും അവൈലബിൾ ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അഭിരാമി ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇവൻ രാക്ഷസൻ സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം അതിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടി.
അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ നമുക്ക് വില്ലന്റെ ഒപ്പം നിൽക്കാൻ തോന്നും. ആ ഒരു റീസൺ മനസ്സിലാക്കുമ്പോൾ അവൻ ചെയ്തതൊന്നും തെറ്റല്ല, അവന്റെ ഒപ്പേ ഞങ്ങൾ നിൽക്കൂ, അങ്ങനെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയിട്ട്. ഇനിയിപ്പോ ഞാൻ ഇനി സൈക്കോ ആണെന്ന് ആരും പറയരുത്. ഇതിലൊരു നെഗറ്റീവായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയത് ഇതിലൊരു റൊമാൻസ് പോലത്തെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതൊരു ഊച്ചാളി റൊമാൻസ് പോർഷൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചു പടം എന്തിനാടെ സീരിയസ് മോഡിൽ പോകുമ്പോൾ ഇതൊക്കെ. പക്ഷെ അതിനും അവർ പ്രോപ്പർ എക്സ്പ്ലനേഷനും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പിടിക്കുന്നുണ്ട്. ആൻഡ് അത് എത്ര സ്മൂത്ത് ആയിട്ട് അവർ കണക്ട് ചെയ്തിരിക്കുന്ന അറിയും. സോ അടിപൊളി പടമാണ്, വേണ്ടവർ കണ്ടു നോക്കുക. 11 is അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം ആൻഡ് ആഹാ.